ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. യുണൈറ്റഡിൻ്റെ കുറച്ച് ട്രാൻസ്ഫർ റൂമേഴ്സാണ്. അപ്പം ഡേവിഡ് ഓൺസ്റ്റീൻ ബോംബ വന്നിരിക്കുകയാണ്. അത്ലറ്റിക്കിൻ്റെ ഒരു ഭയങ്കര റിലയബിൾ ആയിട്ടുള്ളൊരു ജേർണലിസ്റ്റാണ് ഡേവിഡ് ഓൺസ്റ്റീൻ. അപ്പോൾ ഓൺസ്റ്റീൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻലി നമുക്ക് വരാൻ പോകുന്ന മെയിൻ സൈനിങ് ട്രാൻസ്ഫർ വിൻഡോ തുടങ്ങുന്നതിന് മുന്നേ തന്നെ എന്താ പറയുക, മാത്യൂസ് കുഞ്ഞേനെ നമ്മൾ നോക്കുന്നുണ്ടെന്നുള്ളതാണ്. 62.5 മില്യൻ്റെ റിലീസ് ക്ലോസാണ് മാത്യൂസ് കുഞ്ഞയ്ക്കുള്ളത്. കുഞ്ഞിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് എനിക്ക് എടുത്തു പറയേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല രീതിയിൽ ഗോൾസും അസിസ്റ്റും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്ലെയറാണ്. ക്യാൻ പ്ലേയേഴ്സ് നമ്പർ 10, ക്യാൻ പ്ലേയേഴ്സ് സ്ട്രൈക്കർ, നല്ലപോലെ ലോങ് റേഞ്ച് ഷോട്ട്സ് എടുക്കും, നല്ലപോലെ ബിൽഡപ്പ് പ്ലേയിൽ ഇൻവോൾവ് ആവും, ലിങ്കപ്പ് പ്ലേസിൽ ഇൻവോൾവ് ആവും. അറ്റ്ലീസ്റ്റ് ഹീസ് ഹീസ് വെരി എബോവ് ആവറേജ് പ്ലെയർ. ഇപ്പോൾ ഹെർത്ത ബെർലിനുണ്ടായിരുന്നു, അവിടെ നിന്ന് അത്ലറ്റിക്കോ മാഡ്രിഡിലോട്ട് പോയി, അവിടെ അത്ര ക്ലിക്കായില്ലെങ്കിലും നേരെ വൂൾസിൽ വന്നു, കാര്യം നേരെ ഉൾട്ടടിപ്പിച്ചു. അങ്ങനെ വൂൾസിൻ്റെ മെയിൻ മാൻ ആയിട്ടുള്ള മാത്യൂസ് കുഞ്ഞയാണ് നമുക്ക് ആദ്യത്തെ മെയിൻ ലിങ്കായിട്ട് സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ വരുന്നത്. അപ്പോൾ ഇതിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞയുടെ പേഴ്സണൽ ടേംസുമായിട്ട് എഗ്രീഡ് ആയിട്ടില്ല, അത് ഇനിയും നടക്കാൻ സാധ്യതയുണ്ട്. ഒരു ഗുഡ് ന്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യുണൈറ്റഡിൻ്റെ ബോർഡിന് എന്താ മേടിക്കേണ്ടതെന്ന് കൃത്യമായിട്ടൊരു ഐഡൻറ്റിഫിക്കേഷൻ നടത്തിയിട്ടുണ്ട്. അത് നമ്മൾ യൂറോപ്പ ജയിച്ചില്ലെങ്കിലും നമ്മൾ ഇതേ ടാർഗറ്റ്സിൽ തന്നെ മുന്നോട്ട് പോകും. ഇതാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രോപ്പർ സ്പോർട്ടിംഗ് സിസ്റ്റം വന്നാലുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എത്ര കാലമായി ഒരു സമ്മറിന് മുന്നേ സമ്മർ ട്രാൻസ്ഫർ വിൻഡോ വരാൻ എത്രയും കൂടെ സമയമുണ്ട്. അതിന് മുന്നേ തന്നെ നല്ല രീതിയിൽ നെഗോഷിയേഷൻസ് നടത്തുന്നതും ഈവൻ ലെനി ഓറോനെ അതും റയൽ മാഡ്രിഡിൻ്റെ നിന്നാണ് റാഞ്ചി കൊണ്ട് നമ്മൾ വന്നതും ഒക്കെ ഒരു നെഗോഷിയേഷൻ നൈസായതിൻ്റെയും നല്ല സ്പോർട്ടിംഗ് ഹെഡ്സ് വന്നുകൊണ്ടാണ്. അല്ലാതെ മൊർട്ടോയും റിച്ചാർഡ് അർണോൾഡും എഡ്വേർഡും ഇരിക്കുന്ന സമയത്തൊന്നും നടക്കാനേ പോകുന്നില്ല. അപ്പോൾ കൃത്യമായിട്ട് നമ്മൾക്ക് ഒരു നമ്പർ 10 അതിൽ ഓൺസ്റ്റീൻ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ സമ്മർ പ്രയോറിറ്റി എന്ന് പറയുന്നത് അറ്റാക്കാണ്. അതിൽ നമ്പർ 10 ആയിട്ട് അവർ കണ്ടിരിക്കുന്ന 62.5 മില്യൻ്റെ റിലീസ് ക്ലോസ് ഉള്ള മാത്യൂസ് കുഞ്ഞയും, അതുപോലെ തന്നെ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിയാം ഡെലാപ്പ്. അപ്പം ആദ്യം മാത്യൂസ് കുഞ്ഞയുടെ ഫിനിഷ് ചെയ്തിട്ട് ഡെലാപ്പിലേക്ക് പോകാം. മാത്യൂസ് കുഞ്ഞ എത്രത്തോളം നല്ലതാണെന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഗുണമെന്ന് വെച്ചാൽ പ്രീമിയർ ലീഗ് പ്രൂവണാണ്, അതിന് വലിയ കാര്യമുണ്ട്, അത് ഞാൻ വൈകാതെ പറയാം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരു ഒരു യങ് ആണ് അത്യാവശ്യം, പക്ഷേ എനിക്കൊരു ഡൗട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ ആറ്റിറ്റ്യൂഡ് കുറച്ച് പ്രശ്നമാണ്. കാര്യം പുള്ളി ഇത്തവണ തന്നെ 2 മാച്ചസിൻ്റെ അവസാനം ഭയങ്കര രീതിയിൽ വയലൻ്റായിട്ട് ഇത് ചെയ്ത് FA ബാനൊക്കെ ചെയ്തു, 2-3 മാച്ചൊക്കെ. അപ്പോൾ റെഡ് കാർഡ് കിട്ടിയിട്ടുണ്ട്. അപ്പം പുള്ളിയുടെ ആറ്റിറ്റ്യൂഡിന് കുറച്ച് ഇഷ്യൂസ് ഉണ്ട്, പുള്ളി ഭയങ്കര അഗ്രസീവ് ആവുന്നുണ്ട്, ഇങ്ങനത്തെ രീതിയിൽ. അപ്പം അതൊക്കെ ആറ്റിറ്റ്യൂഡ് ഇഷ്യൂസ് ഉണ്ട് കുഞ്ഞേക്കെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ബട്ട് ഫുട്ബോളിംഗ് ടേംസിൽ ഹീസ് ബ്രസീലിയൻ, ഹീസ് യങ്, നല്ലപോലെ ബോൾ ക്യാരി ചെയ്യും, എല്ലാം ചെയ്യും. അതായത് നല്ലൊരു യൂട്ടിലിറ്റി പ്ലെയറാണ്. ഏത് പൊസിഷൻ നമ്മുടെ ഇപ്പം റൂബൻ അമോറിമിൻ്റെ സിസ്റ്റം നോക്കിക്കഴിഞ്ഞാൽ ഏത് പൊസിഷനിലും ഫ്രണ്ട് റേയിൽ എവിടെ വേണം ഇട്ട് കളിപ്പിക്കാൻ പറ്റിയൊരു പ്ലെയറാണ് കുഞ്ഞ. അതും 62.5 മില്യൺ പൗണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് റീസണബിൾ ഫോർ കുഞ്ഞ എന്നേ ഞാൻ പറയുള്ളൂ. മേ ബി 50 മില്യൺ, ബട്ട് റിലീസ് ക്ലോസ് നിങ്ങൾക്കറിയാമല്ലോ, ഒരു പ്ലെയർ കോൺട്രാക്ട് ഒപ്പിടുമ്പോഴത്തേക്കും ആ കോൺട്രാക്ട് തീരുന്നതിന് മുന്നേ എനിക്ക് റിലീസ് ക്ലോസ് വെക്കാം. അതായത് ഇത്രയും രൂപ പൈസ കൊണ്ട് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാങ്ങിച്ചുകൊണ്ട് പോകാമെന്നുള്ള രീതിയിൽ ഒരു റിലീസ് ക്ലോസ് വെച്ചാണ് അത് 62.5 ആണ് വൂൾസ് വെച്ചത്. അപ്പോൾ അതാണ് മാത്യൂസ് കുഞ്ഞയുടെ കാര്യം. ഇതിൻ്റെ രണ്ടാമത്തെ മെയിൻ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ അറ്റാക്കിങ്ങിൽ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് ലിയാം ഡെലാപ്പ് ആരാണെന്ന് നിങ്ങൾക്ക് പ്രീമിയർ ലീഗ് ഫോളോ ചെയ്യുന്നവർക്കറിയാം. ഇപ്സ്വിച്ച് ടൗണിൻ്റെ സ്ട്രൈക്കറാണ്, മാൻ സിറ്റി അക്കാഡമി പ്രൊഡക്റ്റാണ്. എർലിംഗ് ഹാലൻഡ് വന്നതോടുകൂടി കഞ്ഞുകൂടി മുട്ടിയ ഒരു മനുഷ്യനാണ്. ബട്ട് ലിയാം ഡെലാപ്പിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാലും ഹീസ് യങ്. 12 ഗോളാണ് ഈ സീസണിൽ ഇപ്സ്വിച്ച് ടൗണിന് വേണ്ടി നേടിയിരിക്കുന്നത്. ദാറ്റ് ഈസ് ഓൾമോസ്റ്റ് ഈക്വൽ ടു 50% ഓഫ് ഇപ്സ്വിച്ച് ടൗണിൻ്റെ ഈ സീസണിലെ പ്രീമിയർ ലീഗ് ഗോൾസ്. അതായത് 12 ഗോൾസും അടിച്ചത് ഇവനാണ്. ഇവനും ഇതേപടി ബോൾ ക്യാരിയിങ് എബിലിറ്റീസ് ഉണ്ട്, നല്ലൊരു സ്ട്രൈക്കറാണ്. അപ്പം ഒരു റിലഗേഷൻ ടീമിൽ നിന്നല്ലേ വരുന്നത് എന്നുള്ള രീതിയിലാണെങ്കിലും പോലും ഞാൻ പറയുന്നത് എഗെയിൻ പ്രീമിയർ ലീഗ് പ്രൂവൺ. അതിന് വേണ്ടി ഞാൻ ഒരു സ്റ്റാറ്റ്സ് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് പറയാം. നമ്മൾ ലാസ്റ്റായിട്ട് പ്രീമിയർ ലീഗ് പ്രൂവണായിട്ടൊരു സ്ട്രൈക്കറെ മേടിച്ചെന്നാണെന്നറിയോ? ആരാന്നറിയോ? ക്രിസ്ത്യാനോ റൊണാൾഡോ. നമുക്കെല്ലാവർക്കും അറിയാം. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഫിഗേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു 19 പ്രീമിയർ ലീഗ് ഗോൾസ് അടിച്ചു, 1.5 സീസൺ വെച്ചിട്ട് 8 യൂറോപ്യൻ ഗോൾസും 5 അസിസ്റ്റും ടോട്ടലുമാണ് ചെയ്തത്. അതുപോലെ തന്നെ അതിന് മുന്നേ പ്രീമിയർ ലീഗ് പ്രൂവണായിട്ട് മേടിച്ചത് റൊമേലു ലുക്കാക്കുവിൻ്റെയും ഒട്ടും സർപ്രൈസിങ് അല്ല. 28 പ്രീമിയർ ലീഗ് ഗോൾസ് ഇൻ 2 സീസൺസ്, 7 അസിസ്റ്റ്, ടോട്ടൽ 42 ഗോൾസ് അടിച്ചിട്ടുണ്ട് 2 സീസണായിട്ട്. അതിന് മുന്നേ ഒരു പ്രീമിയർ ലീഗ് പ്രൂവണായിട്ടുള്ള സ്ട്രൈക്കറെ മേടിച്ച റോബിൻ വാൻ പേഴ്സി. ഞാൻ ഡെലാപ്പിനെ ഒരായിട്ട് വെച്ച് കമ്പയർ ചെയ്യുന്നതല്ല, ബട്ട്
പ്രീമിയർ ലീഗ് പ്രൂവൺ സ്ട്രൈക്കേഴ്സിൻ്റെ ഗുണം, റോബിൻ വാൻ പെർസി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഗോൾഡൻ ബൂട്ട് വിന്നറും ഒക്കെ ആയിരുന്നു. 48 പ്രീമിയർ ലീഗ് ഗോൾസാണ് നേടിയിട്ടുള്ളത്. അതും 15 അസിസ്റ്റും. അപ്പം ഇൻ 3 സീസൺസാണ് നമ്മൾ. അപ്പോൾ ഇത് സ്റ്റാറ്റ്സ് എന്തിനാണ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ലിയാം ഡെലാപ്പ് എന്ന് പറയുമ്പം മുഖം ചുളിക്കുന്ന യുണൈറ്റഡ് ഫാൻസിനോടാണ് എനിക്ക് പറയാനുള്ളത്. 30 million ആണ്, അതായത് 30 million അവരുടെ ക്ലോസിലുള്ളതാണ്. സ്വിച്ച് ടൗൺ റിലേറ്റ് ആയി കഴിഞ്ഞാൽ 30 million ഇവൻ എവിടെ വേണേൽ പോവാം. ആ 30 million റിലീസ് ക്ലോസ്, 30 million നിങ്ങൾക്ക് ഒരു സ്ട്രൈക്കറെ കിട്ടുകയാണ്, പ്രീമിയർ ലീഗ് പ്രൂവൺ ആയിട്ടുള്ള 12 ഗോൾ അടിച്ചു. അപ്പോൾ നിങ്ങൾ വയ്ക്കും ഒഡിയൻ ഇഗാലോ 27 ഗോൾ വാട്ട്ഫോർഡിൻ്റെ കൂടെ അടിച്ചു. അത് ഒഡിയൻ ഇഗാലോ ചെയ്ത് കഴിഞ്ഞിട്ട് 5 സീസൺ കഴിഞ്ഞങ്ങാണ്ട് പ്രായമായപ്പോഴത്തേക്കും ഒന്ന് ഫില്ല് ചെയ്യാൻ വന്നതാണ് ഒഡിയൻ ഇഗാലോ. ബാക്കി ഞാൻ പറഞ്ഞ സ്റ്റാറ്റ്സൊക്കെ ഞാൻ കണ്ടതും ഞാൻ ഒബ്സർവ് ചെയ്തതും വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പം നിങ്ങൾക്ക് മുഖം ചൊളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതും 30 million ഒരു പ്രോമിസിങ് യങ് ടാലൻറ്റ് പ്ലസ് ഒരു സ്ട്രൈക്കറാണ്. എനിക്കും ആഗ്രഹമുണ്ട് ഒരു ലീതൽ പ്രൂവൺ സ്ട്രൈക്കർ വേണം, ആവശ്യമുണ്ട് യുണൈറ്റഡ് എന്നൊക്കെ എനിക്കറിയാം. ബട്ട് 30 million എന്ന് പറയുന്നത് അത്ര വലിയ എമൗണ്ട് അല്ല ഇപ്പോഴത്തെ മാർക്കറ്റിൽ. നല്ലൊരു PL പ്രൂവൺ സ്ട്രൈക്കറെ കിട്ടുന്നു. പക്ഷേ അതാണ് ഓൺസ്റ്റീൻ പറയുന്നത്, അഥവാ നമുക്ക് ലിയാൻ ഡെലാപ്പിനെ ഒപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ ഹോയിലൻഡ് സ്റ്റേ ചെയ്യുമെന്നാണ് പറയുന്നത് മിക്കവാറും. മോസ്റ്റ് പ്രോബബ്ലി ഹോയിലൻഡിനെ തന്നെ വെച്ചിട്ട് വേറെ ഡിപ്പാർട്ട്മെൻറ്റ്സിലോട്ട് പോകുന്ന ആളാണ്. പിന്നെ ഓൺസ്റ്റീൻ പറയുന്ന വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒനാന വിൽക്കാൻ ഉദ്ദേശം ഇപ്പോൾ ഇല്ല. കാര്യം അവർക്ക് ഗോൾ കീപ്പർ എന്ന് പറയുന്ന സാധനം അജണ്ടയിലില്ലായിരുന്നു. അപ്പം ഒനാനയ്ക്ക് പറ്റുവാണെങ്കിൽ ഫോം റീഗെയിൻ ചെയ്യാൻ പറ്റുമോ നോക്കും. കാര്യം അവരുടെ പ്രയോറിറ്റി ലിസ്റ്റിൽ ഗോൾ കീപ്പർ ഇപ്പോഴത്തെ കറൻ്റ്ലി ഇല്ല. പിന്നീട് നോക്കുമ്പോഴത്തേക്ക് ഒരുപാട് പേര് പോകും. അത് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ കസമീറോ, ആൻ്റണി, ഹൊയിലുണ്ട് മേ ബി കേട്ടോ, മലാസിയ, ലിൻലോഫ്, എറിക്സൺ, റാഷ്ഫോർഡിൻ്റെ കാര്യം പറയുന്നത് വെച്ചാൽ റാഷ്ഫോർഡിന് ബാഴ്സലോണയൊക്കെ താല്പര്യമുണ്ട്. വില്ലയ്ക്ക് 40 million ബൈ ക്ലോസ് ഉണ്ട്, ഓപ്ഷൻ ടു ബൈ ഉണ്ട്. ഇല്ലെങ്കിൽ റാഷ്ഫോർഡിന് ബാഴ്സലോണയൊക്കെ പോകാൻ താല്പര്യം എന്ന് പറയുന്നത് വാട്ട് എവർ ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് റാഷ്ഫോർഡ് യുണൈറ്റഡ് ഈസ് ഓവർ. ഇനിയിപ്പം തിരിച്ചു വരുമെന്ന് തോന്നുന്നില്ല. അതുപോലെ തന്നെ സാൻജോനെയും വിൽക്കും. അപ്പോൾ മൊത്തത്തിൽ ഒരുപാട് സെയിൽസ് നടക്കും. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഒരു സമ്മർ ട്രാൻസ്ഫർ വിൻഡോ ആണ്. അതിൽ ഗുഡ് തിങ് ഈസ് ദാറ്റ് നമ്മളുടെ യൂറോപ്യൻ ക്വാളിഫിക്കേഷൻ ഒരു മാനദണ്ഡമായിട്ടില്ല. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഒരു അഭിപ്രായത്തിൽ വരാൻ താല്പര്യമുള്ള പ്ലെയേഴ്സിനെ, അതായത് യുണൈറ്റഡിൻ്റെ ജേഴ്സി അണിഞ്ഞ് കളിക്കാൻ താല്പര്യമുള്ള പ്ലെയേഴ്സിനെ കൊണ്ടുവന്നാൽ മതി. അല്ലാതെ ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ കളിക്കാൻ വേണ്ടി വരുന്നവരോ അങ്ങനത്തെ ഒന്നും വേണ്ട. യുണൈറ്റഡിൻ്റെ ജേഴ്സി എന്താ പറയുക, അഭിമാനത്തോടെ ഇട്ട് കളിക്കാൻ ശേഷിയുള്ള എബോവ് ആവറേജ് പെർഫോമൻസ് ഡേ ഇൻ ഡേ ഔട്ട് ഇടാൻ കഴിവുള്ളവർ മാത്രം വന്നാൽ മതി. അങ്ങനെ ക്ലബ്ബ് മുന്നോട്ട് പോവുള്ളൂ. അപ്പം അത് ഒരു നല്ല സൈനാണ്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ലൊരു വാർത്ത നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കുറച്ച് ഫിനാൻഷ്യൽ ക്രൈസിസിൽ ഓടുകയാണ്. പക്ഷേ ഓൺസ്റ്റീൻ പറയുന്നത് കുഞ്ഞിയുടെയും അതുപോലെ തന്നെ ഡെലാപ്പിൻ്റെയും ഓൾമോസ്റ്റ് 90 million pounds ഡീല് നടത്താൻ നമുക്ക് ആരെയും സെല്ല് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോഴത്തെ ഫിനാൻഷ്യൽ സിനാരിയോ വെച്ച് തന്നെ വേണമെങ്കിൽ നമുക്കിതൊക്കെ ഇത് ചെയ്യാം. അതുപോലെ തന്നെ ഓൺസ്റ്റീനായിട്ട് പറഞ്ഞിട്ടില്ലെങ്കിലും ബാക്കി റൂമേഴ്സ് നോക്കി കഴിഞ്ഞാൽ, ഒരു ഫ്രാങ്കോ മസ്താൻദുവാനോ എന്ന് പറയുന്ന ഒരു റിവർ പ്ലേറ്റ് ഒരു അറ്റാക്കിംഗ് മിഡ് അല്ലെങ്കിൽ നമ്പർ 10, ഇപ്പം മാത്യൂസ് കുഞ്ഞയുടെ പോലത്തെ ഒരു ചെറിയ പ്രൊഫൈലുള്ള ഒരു പ്ലെയർ റിവർ പ്ലേറ്റിൽ 38 million റിലീസ് ക്ലോസ് കാത്തിരിപ്പുണ്ട്. പോകാൻ സാധ്യതയുള്ളത് ഇപ്പം ബാഴ്സലോണയൊക്കെ കണ്ണു വെക്കുന്നുണ്ടെങ്കിലും യുണൈറ്റഡും ഇൻട്രസ്റ്റഡ് ആണെന്ന് ചെറിയ റൂമേഴ്സ് കേൾക്കുന്നു. ഇനി ലിയാം ഡെലാപ്പിൻ്റെ കാര്യം പറഞ്ഞാൽ, ലിയാം ഡെലാപ്പും ഇതേപോലെ തന്നെ ചെൽസി ഒരു വലിയ കണ്ടൻറ്റർ ആയിരിക്കും നമുക്ക്. അപ്പം നമുക്ക് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കാം, അല്ലെങ്കിൽ ഹോയിലൻഡിനെ കൊണ്ട് ഓടേണ്ടി വരും വീണ്ടും ഒരു സീസൺ. അപ്പം പൊട്ടൻഷ്യൽ ബയേഴ്സ് ഇവർക്ക് രണ്ടുപേർക്കാണ്. പക്ഷേ കുഞ്ഞയുടെ കാര്യം പേഴ്സണൽ ടേംസ് കുറച്ച് പോസിറ്റീവാണ് എന്നുള്ള രീതിയിലാണ് ന്യൂസൊക്കെ വരുന്നത്. അപ്പം നമുക്ക് ഇത് മുന്നോട്ട് പോയി അവരെ രണ്ടുപേരെയും സൈൻ ചെയ്യുക ഉടനെ തന്നെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതാണ് ഞാൻ പറഞ്ഞത്. ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, സ്പോർട്ടിംഗ് ഹെഡ്സൊക്കെ മാറിയപ്പം മുർത്തോ, റിച്ചാർഡ് അർണോൾഡ്, എഡ് വുഡ്വേർഡിനെ ഒന്നും കൊണ്ട് പറ്റാത്തത്, ജെയ്സൺ വിൽകോക്സ് ആൻഡ് ഒമർ ബറാദ. ദിസ് ഈസ് വാട്ട് ഹാപ്പൻസ് വെൻ യു ബ്രിങ് പീപ്പിൾ ഹു നോ ഫുട്ബോൾ ടു ദ ക്ലബ്. അതാണ് നടക്കുന്നത് ഇവിടെ. എന്താ പറയുക, ഇത് നമ്മുടെ യുണൈറ്റഡ് ആണെന്ന് തന്നെ വിചാരിച്ചു ഇടയ്ക്ക്. സോ അതൊക്കെയാണ് നമുക്കിപ്പം ഡിസ്കസ് ചെയ്യാനുള്ള ട്രാൻസ്ഫർ റൂമറുകൾ. എന്താണ് നിങ്ങളുടെ അഭിപ്രായം കുഞ്ഞിനെ പറ്റിയോ ഡെലാപ്പിനെ പറ്റിയോ? ആൻഡ് വൺ മോർ തിങ്, ഒഷിമേൻ്റെ കാര്യം ആരും നോക്കണ്ട. കാര്യം ഒഷിമേൻ എന്തായാലും വാങ്ങില്ല എന്നാണ് തറപ്പിച്ച് ഓൺസ്റ്റീൻ പറഞ്ഞിരിക്കുന്നത്. ലിസ്റ്റിൽ പോലും ഇല്ല ഒഷിമേനെ വേണ്ടാന്ന് തന്നെ ഞാൻ പറയുള്ളൂ. കുറേ കൂടെ അവന് ആറ്റിറ്റ്യൂഡ് ഇഷ്യൂസ് ഉണ്ട്, നാപ്പോളിയിൽ നിന്ന് തന്നെ കേട്ടിട്ടുണ്ട്. അപ്പം അതൊക്കെയാണ് കാര്യങ്ങൾ. ഇപ്പോൾ നിങ്ങളുടെ ഓപ്ഷൻസ് താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് കുഞ്ഞിനെ വേണോ ഡെലാപ്പിനെ വേണോ, അതോ ഓൾട്ടർനേറ്റീവ്സ് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ പ്ലീസ് കൺസിഡർ ഷെയറിങ് യുവർ തോട്ട്സ് ബിലോ. അപ്പം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. ഞങ്ങൾ ഇതേപടി കണ്ടൻസ് ഇടും. കുറച്ചുകൂടെ യുണൈറ്റഡ്
യുണൈറ്റഡ് ഫാൻ ആയതുകൊണ്ടാണ് യുണൈറ്റഡ് കണ്ടൻസ് ഇടുന്നത്. ബാക്കി ഫുട്ബോളിംഗ് കണ്ടൻസും ഇടാൻ ഞാൻ ശ്രമിക്കുന്നതാണ്. നമ്മൾക്ക് പോഡ്കാസ്റ്റ് നടക്കുന്നുണ്ട്, UCL പോഡ്കാസ്റ്റോ അല്ലാതെ ഫുട്ബോൾ പോഡ്കാസ്റ്റ്. ഞങ്ങൾ FPL ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ ആ പോഡ്കാസ്റ്റ് നടത്തുന്നുണ്ട്. ഞങ്ങൾക്ക് ഒരു തരക്കേടില്ലാത്തൊരു പാനൽ മെമ്പേഴ്സും ഉണ്ട്. അപ്പം അതൊക്കെ കാണണമെങ്കിൽ നിങ്ങൾക്ക് കൺസിഡർ സബ്സ്ക്രൈബിങ് ദിസ് ചാനൽ, ബാക്കി വീഡിയോസ് നോക്കിയിട്ട്. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.